ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ KCB വർക്കർ താൽക്കാലിക നിയമനത്തിന് ഒരുക്കം തുടങ്ങി. നിയമിക്കുന്ന 3000-ഓളം പേര് എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ന്യൂസ് പേപ്പർ ഫീഡ് ആയിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ കുറച്ച് ദിവസം മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഏകദേശം വർക്കറിന്റെ താൽക്കാലികമായിട്ട് നിയമിക്കുന്നുണ്ട്. അതായത് മഴക്കാലക്കെടുതിയിൽ ആവശ്യത്തിന് ജോലിക്കാരില്ലാതെ KSEBയിലുള്ള പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടിലേക്ക് നമുക്ക് പോവാം. KSEB വർക്കർ താൽക്കാലിക നിയമനത്തിന് ഒരുക്കം തുടങ്ങി. നിയമിക്കുന്നത് ഏകദേശം 3000-ഓളം പേരെയാണ്. എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇലക്ട്രിസിറ്റി വർക്കർ അല്ലെങ്കിൽ മസ്ദൂർ തസ്തികയുടെ നിയമന ചട്ടം വൈകുന്നതിനാൽ താൽക്കാലികക്കാരെ നിയമിക്കാൻ KSEB ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനിച്ചു. നിലവിൽ 3000-ഓളം പേരുടെ കുറവുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇവരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കാനാണ് തീരുമാനം. എന്നാൽ ആവശ്യത്തിന് ജോലിക്കാരെ കിട്ടിയില്ലെങ്കിൽ പ്രാദേശികമായി കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് ജയവും ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ട്രേഡിൽ ITI സർട്ടിഫിക്കറ്റുമാണ് യോഗ്യത. പോസ്റ്റിൽ കയറാൻ അറിയണം. 179 ദിവസത്തേക്കാണ് നിയമനം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനമായതിനാൽ നിലവിലെ ശമ്പള സ്കെയിൽ ബാധകമാകും. 24,400 രൂപയാണ് അടിസ്ഥാന ശമ്പളം. സ്ത്രീകൾക്ക് അപേക്ഷിക്കാനാകില്ല. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ജില്ലാതലത്തിൽ 15 ദിവസത്തെ പരിശീലനം നൽകും. പൊതുമാർഗനിർദ്ദേശങ്ങളും നിബന്ധനകളും തയ്യാറാക്കി ബോർഡ് അധികൃതർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ അറിയിക്കും. അവിടെ നിന്നായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് നിർദ്ദേശം ലഭിക്കുന്നത്. ഓരോ ജില്ലയിലെയും ആവശ്യകത നോക്കിയാണ് ഒഴിവുകൾ നിശ്ചയിക്കുക. അതായത് 179 ദിവസം, 6 മാസത്തേക്ക് മാത്രമാണ് ഉള്ളത്. അപ്പൊ ഇതൊരു താൽക്കാലികമാണ്. അപ്പോ ഒരു 6 മാസം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് കുറച്ച് ഡിലേ ഉള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. യോഗ്യതയിൽ മാറ്റം വരുത്തി. വൈദ്യുത റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ച വർക്കർമാരുടെ തസ്തിക 5541 ആണ്. എന്നാൽ 1.5 പതിറ്റാണ്ടിലേറെയായി ഈ തസ്തികയിൽ സ്ഥിര നിയമനം നടക്കുന്നില്ല. 4ാം ക്ലാസ് ജയമാണ് അടിസ്ഥാന യോഗ്യത. എന്നാൽ 10ാം ക്ലാസ് ജയിക്കാൻ പാടില്ല. സാങ്കേതിക യോഗ്യതകളില്ലാത്ത വർക്കർമാരെ ജോലിയിൽ പ്രവേശിച്ച് സ്ഥാനക്കയറ്റത്തിലൂടെ സബ് എഞ്ചിനീയർ, ഓവർസിയർ തസ്തികകൾ വരെ ഇവർക്ക് എത്താമായിരുന്നു. ഇത് കോടതികളിൽ ചോദ്യം ചെയ്യപ്പെട്ടതോടെ കേന്ദ്ര വൈദ്യുതി അതോറിറ്റി യോഗ്യതയിൽ മാറ്റം വരുത്തി. 10ാം ക്ലാസ് ജയവും 2 വർഷത്തെ ITI സർട്ടിഫിക്കറ്റ് നിർബന്ധ യോഗ്യതയുമാക്കി. എന്നാൽ ഇതിനനുസൃതമായി KSEB നിയമന ചട്ടം സ്പെഷ്യൽ റൂൾ തയ്യാറാക്കി അംഗീകാരം നേടിയിട്ടില്ല. അതിനാൽ ഇവിടെ നിയമനം നടത്താനും ആകുന്നില്ല. ഓക്കെ, അതാണ് റീസൺ. PSCക്ക് വിജ്ഞാപനം തയ്യാറാക്കി നിയമന നടപടി ആരംഭിക്കണമെങ്കിൽ ചട്ടം അംഗീകരിച്ച് നൽകണം. അതിന്റെ നടപടികൾ വൈകുന്നതാണ് KSEBയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോലും ജീവനക്കാരില്ലാത്ത സ്ഥിതി ഉണ്ടാക്കുന്നത്. അതായത് അവിടെ എന്താ, സ്പെഷ്യൽ റൂള് അംഗീകാരം നേടിയിട്ടില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇത് PSCക്ക് വിടാൻ വേണ്ടി പറ്റാത്തത്. ഓക്കെ, അപ്പൊ അതൊരു 179 ദിവസത്തോളം താൽക്കാലികമായിട്ട് നിയമിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് എന്താ PSCക്ക് വിജ്ഞാപനം എന്താ പറയുക, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ, അതായത് സ്പെഷ്യൽ റൂൾ അംഗീകരിച്ചിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി PSCയോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ട് അവർക്ക് എന്താ റിക്രൂട്ട്മെന്റ് ഇതിലേക്കൊക്കെ പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇപ്പം പെട്ടെന്ന് മഴക്കെടുതിയൊക്കെ വരുന്നതുകൊണ്ട് ആണ് ഏകദേശം 3000-ഓളം പേരുടെ കുറവുണ്ടായത് കൊണ്ടാണ് ഈ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ജീവനക്കാരില്ലാത്ത സ്ഥിതി ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് തന്നെ അവരൊരു താൽക്കാലികമായിട്ട് നിയമിക്കാൻ വേണ്ടി തീരുമാനമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് നിയമിക്കുന്നുണ്ടാവുക. 24,400 രൂപയാണ് അടിസ്ഥാന ശമ്പളമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് യോഗ്യതയിൽ അവർ മാറ്റം വരുത്തിയിട്ടുണ്ട്. ITIയും 10ാം ക്ലാസ് വിജയവും ITIയും ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനിയുള്ള വർക്കറിൽ എന്തായിരിക്കും, 10ാം ക്ലാസ് യോഗ്യതയും ITIയും തന്നെയായിരിക്കും നോട്ടിഫിക്കേഷനിൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നുണ്ടാവാം. ഓക്കെ, അപ്പോ ചെറിയൊരു ന്യൂസ് ആണ്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോ ഇത് ഏതായാലും 179 ദിവസത്തേക്കുള്ള താൽക്കാലിക നിയമനത്തിന്റെയാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ എന്തായാലും ഈ ഒരു വർഷം തന്നെ നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും അവർ ഫില്ല് ചെയ്യും. എന്തായാലും ഇത്രയും വേക്കൻസി ഉണ്ടായതുകൊണ്ട് എന്തായാലും ഫില്ല് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോ ഇപ്പൊ താൽക്കാലികമായിട്ടാണ് 179 ദിവസത്തേക്കാണ് നിയമിക്കാൻ വേണ്ടി തീരുമാനമായിട്ടുള്ളത്. അപ്പോ ആ ഒരു സ്പെഷ്യൽ റൂൾ അംഗീകരിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് ഉള്ള ആ, കാര്യങ്ങളൊക്കെ എന്താ PSCക്ക് അത് അപ്രൂവൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും PSC അതിന്റെ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നുണ്ടാവും. എനിവേ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.